ഹായ് ഗൈസ്, ഇന്ന് ഞങ്ങൾ തയ്യാറാക്കാൻ പോകുന്നത് ട്രിവാൻഡ്രം സ്പെഷ്യൽ ബോളിയാണ്. അതിനായി ഒരു പാത്രത്തിലേക്ക് 1.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യാം. വെള്ളം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം. ഈ മാവ് നന്നായി മുങ്ങി നിൽക്കുന്നവരെ നല്ലെണ്ണ ഒഴിച്ച് 2 മണിക്കൂറത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം 2 മണിക്കൂർ കുതിർത്ത് വെച്ച കടലപ്പരിപ്പ് ഒരു കുക്കറിലേക്കിട്ട് ഒരു 3 വിസിൽ അടിക്കണം. അപ്പോഴേക്കും കടലപ്പരിപ്പ് നന്നായി വേവും. നന്നായി വെന്ത കടലപ്പരിപ്പ് ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് സ്മൂത്തായി ഗ്രൈൻഡ് ചെയ്ത് എടുക്കുക. ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം കടലപ്പരിപ്പ് ഈ ഒരു പരുവത്തിൽ ആവും. അതിനുശേഷം ഒരു കുക്കർ എടുത്ത് വെച്ച് 2 സ്പൂൺ നെയ്യിട്ട് നന്നായി ചൂടാക്കി എടുക്കുക. അതിനുശേഷം ഗ്രൈൻഡ് ചെയ്ത് വച്ചേക്കുന്ന കടലപ്പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 150 ഗ്രാം ശർക്കര ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം. നിങ്ങളുടെ ആവശ്യപ്രകാരം ശർക്കര കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. 1 ടീസ്പൂൺ ഏലക്ക നന്നായി ഗ്രൈൻഡ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ശർക്കര നന്നായി മെൽട്ടായി വരുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തും. അപ്പോൾ നമുക്കിതിനെ ഒരു ബൗളിലിട്ട് മാറ്റി വയ്ക്കാം. 2 മണിക്കൂർ ശേഷം റെസ്റ്റ് ചെയ്യാൻ വച്ചിരുന്ന മാവിൽ നിന്ന് എണ്ണ വേറൊരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. 2 മണിക്കൂറിന് ശേഷം മാവ് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇരിക്കും. മാവിനെ കുഞ്ഞു കുഞ്ഞു ബോളായിട്ട് ആക്കണം. മാവിനെ നന്നായി പരത്തി അതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് നിറച്ചിട്ട് ഈ ഒരു പരുവത്തിൽ ആക്കിയെടുക്കാം. ഒരു തവ വച്ച് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് ഇതിനെ ചുട്ടെടുക്കാം. നമ്മളുടെ ട്രിവാൻഡ്രം സ്റ്റൈൽ ബോളി റെഡിയായി. അപ്പോൾ ഇന്നത്തേക്ക് ബൈ ഗൈസ്.